വലിയ വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ എന്ന് ചുമതലയേൽക്കുകയാണ്. വലിയ വിവാദങ്ങൾ ഉറപ്പായും ഓഫ്കോഴ്സ് ഈ സമയത്തടക്കം കഴിഞ്ഞ ദേവസ്വം ബോർഡ് അധ്യക്ഷനടക്കം അറസ്റ്റിലേക്ക് ഒരധ്യക്ഷൻ അറസ്റ്റിലായി, അടുത്ത അധ്യക്ഷൻ അറസ്റ്റിലാവുമോ എന്ന സൂചനകൾക്കിടയിലാണ് ദേവസ്വം ബോർഡിന്റെ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എന്ന് ചുമതലയേൽക്കുന്നത്. ആ ബോർഡിന്റെ വിശ്വാസത തിരിച്ചുപിടിക്കലടക്കം തന്റെ ലക്ഷ്യമാണെന്ന് ജയകുമാർ പറഞ്ഞത്. അപ്പോൾ ജയകുമാർ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ബോർഡിന് വിശ്വാസം നഷ്ടപ്പെട്ട കാര്യം ജയകുമാർ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ആ യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മനീഷ് മഹിപാൽ, മനീഷ്, ഇത് നോർമൽ കേസിൽ സാധാരണ ഉണ്ടാവേണ്ട ഒരു അധികാരമേൽക്കൽ ചടങ്ങാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്താണ്, രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്താവുന്നതിന് വക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് പ്രാധാന്യമുണ്ട് മനീഷ്? ആഷ്മി, രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളൊരു ചടങ്ങ് കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാർ ആകെ വലിയ തെരഞ്ഞെടുപ്പ് കാലത്തിലടക്കം വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി സ്വാഭാവികമായും തീർന്നതാണ്. പക്ഷേ 2 വർഷ കാലാവധി തീർന്നതാണ്. പക്ഷേ അത് നീട്ടിക്കൊടുക്കാനൊക്കെ നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം തീരുമാനമെടുത്തു. പി എസ് പ്രശാന്ത് തന്നെ തുടരട്ടെ എന്ന തീരുമാനമെടുത്തു. പിന്നീട് വിവാദങ്ങളിൽ തുടർച്ചയായി പി എസ് പ്രശാന്തിന്റെ പേര് വരുന്നു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ നേരിട്ട് പി എസ് പ്രശാന്തിന്റെ പേര് എടുത്തു പറയാതെ 2025 ഭരണസമിതിയെ പറ്റിയുള്ള രൂക്ഷമായ വിമർശനങ്ങളും അതിനെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തിനെ തുടർന്നാണ് പി എസ് പ്രശാന്തിനെ മാറ്റാനുള്ള തീരുമാനം പാർട്ടിയും സർക്കാരും കൈക്കൊണ്ടത്. പിന്നീട് ആ സ്ഥാനത്തേക്ക് മുൻ IAS ഉദ്യോഗസ്ഥൻ കെ ജയകുമാറിനെ ഇപ്പോൾ ആ സ്ഥാനത്ത് ഏൽപ്പിക്കുന്നു. അതിന്റെ ഔദ്യോഗിക ചടങ്ങാണ്, അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 4 മന്ത്രിമാർ, അതായത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VN വാസവൻ, GR അനിൽ, ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി, കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം 4 മന്ത്രിമാരും, ഒപ്പം തന്നെ ബോർഡ് അംഗമായി ചുമതലയേൽക്കുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജു, CP അംഗമായിട്ടുള്ള മുൻ മന്ത്രി കെ രാജു ദേവസ്വം ബോർഡ് അംഗമായി കൂടി ചുമതലയേൽക്കുന്നു. അങ്ങനെ 2 ദേവസ്വം ബോർഡ് അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ കൂടി സ്ഥാനമേൽക്കുന്നു. ഈ ചടങ്ങിൽ മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിന് ശേഷം ഈ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയാണ്. മായ രീതിയിൽ തനിക്ക് വിശ്വാസം ഇത് സംബന്ധിച്ച് അന്വേഷണത്തിലുണ്ട്. ഇപ്പോൾ തന്നെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി തന്നെയാണ് താൻ പടിയിറങ്ങുന്നത്. ചെയ്യാൻ പറ്റുന്നതെല്ലാം തനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്നായിരുന്നു പി എസ് പ്രശാന്ത് അല്പനിമിഷം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. നമ്മൾ ചടങ്ങ് പുരോഗമിക്കുകയാണ്. പുതിയ പ്രസിഡന്റായി ഇനി കെ ജയകുമാർ ആയിരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ഇനി ചുമതല നിൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.